മാനവികതയെ ഉണർത്തേണ്ടതുണ്ടോ നാം ചിന്തിക്കേണ്ടതാണ്. കാരണം കേരളത്തിന്റെ അവസ്ഥ അതാണ്. കുട്ടികള് അതേപോലെ വലിയ ആളുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എട്ടും പൊട്ടും തിരിയാത്ത ചെറിയ കുട്ടികളാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കള്ളുകുടിയുടെയും പിന്നിൽ നിൽക്കുന്നത്. അതേപോലെ വയനാട്ടിൽ നടന്നൊരു സംഭവം ആദ്യമായി പത്രത്തിൽ വന്ന കുറച്ച് റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. വയനാട്ടിൽ നടന്നൊരു സംഭവം നമുക്കറിയാം. ഒരു അമുസ്ലിം സഹോദരൻ, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല, ഒരു അമുസ്ലിം സഹോദരൻ കള്ള് കുടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് അദ്ദേഹം 2 കാലിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് 4 കാലിലാണ് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നത്. എന്ന് പറഞ്ഞാൽ കള്ള് കുടിച്ച് 2 കൈയും കാലാക്കി കുത്തി വീട്ടിലേക്ക് കയറി വരാൻ. ഈ സമയത്ത് അദ്ദേഹം നേരെ ചെന്നത് അവിടെ കട്ടിലിൽ തന്റെ 2 വയസ്സായ ഒരു പിഞ്ചു പൈതൽ കിടന്നുറങ്ങുന്നുണ്ട്. ആ പൈതലിനെ പിടിച്ചിട്ട് കാല് പിടിച്ച് നിലത്തിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം എന്തിനാണ് ചെയ്യുന്നത്? ഈ കുട്ടിയോടുള്ള വിരോധമല്ല, മറിച്ച് അയാളെ വയറ്റിലുള്ളത് കള്ളാണ്. ഈ കള്ള് നൊരഞ്ഞു പൊന്തിയിട്ട് അദ്ദേഹത്തിന് തന്റെ കുഞ്ഞേതാണെന്നോ തന്റെ ഭാര്യ ഏതാണെന്നോ അല്ലെങ്കിൽ തന്റെ വീട് ഏതാണെന്നോ ഒന്നും അയാൾക്ക് തിരിച്ചറിയാതായി. ആ കുട്ടിയെ പിടിച്ചിട്ട് ഞാൻ അലക്കണത് പോലെ കട്ടിലിട്ട് അടിക്കുകയാണ്. അങ്ങനെ അടിച്ച് ഭാര്യ ഓടി വന്നു. ഈ കുഞ്ഞിനെ പിടിച്ച്, കുഞ്ഞിന് ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉടനെ അവിടെ നിന്ന് ഒച്ചയും പൊളിയും കൂട്ടി ആളുകൾ, പരിസരത്തിന്റെ ആളുകൾ മുഴുവനും അവിടെ ഒരുമിച്ച് കൂടി. ഈ സമയത്ത് ഇയാൾ ഓടി രക്ഷപ്പെട്ടു. കാരണം ഇയാളെ പിടിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഇപ്പൊ ജീവപര്യന്തം തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ കുട്ടിയെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഡോക്ടർമാർ പറഞ്ഞു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞ് ഈ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ആ കുട്ടി ഇന്നും ജീവിക്കുന്നു. 5 വയസ്സായ 2 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു. 5 വയസ്സായ കുഞ്ഞിന് ഇപ്പോഴും 2 വയസ്സിന്റെ വളർച്ച ബുദ്ധിക്ക് സംഭവിച്ചിട്ടുള്ളൂ. ആ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ സാധിക്കുന്നില്ല. ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ആ കുട്ടിയെ ഇപ്പോഴും ആ കുട്ടിയുടെ അമ്മ എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ. നടക്കാൻ ആ കുട്ടിക്ക് സാധിക്കില്ല. 5 വയസ്സായിട്ടുണ്ട്, ആ കുട്ടിക്ക് നടക്കാൻ സാധിക്കുന്നില്ല. ഇത് ഈ കുട്ടിയുടെ അച്ഛൻ ചെയ്തതാണ്. എന്താ കാരണം? കള്ള്. ഇതാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ. മദ്യം ഇന്ന് കേരളത്തിൽ വല്ലാതെ മദ്യത്തിന്റെ ആളുകളായിട്ട് ജനങ്ങൾ മാറിയിട്ടുണ്ട്. എവിടെ ഇപ്പൊ പുതുവത്സരം വരാൻ 2012 പിറക്കാൻ പോവാൻ. ഈ സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ 2011 പിറന്ന സമയത്ത് കോടിക്കണക്കിന് മദ്യമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളായ നമ്മൾ കുടിച്ചു തീർത്തത്. പത്രത്തിൽ തന്നെ കണക്ക് വന്നിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ മദ്യം കുടിച്ചു തീർക്കാൻ. അതേപോലെ ക്രിസ്തുമസ് വന്നു കഴിഞ്ഞാൽ, ഓണം വന്നു കഴിഞ്ഞാൽ, എന്തിനധികം നാം ആദരിക്കേണ്ട പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ വരെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കള്ളു കുടിക്കാനാ പോകുന്നത്.